നമ്മളുടെ ഈ വാർത്താ ജീവിതത്തിലെ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു വാർത്തയുടെ ഇടപെടൽ കൊണ്ട് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒന്ന് സന്തോഷിക്കാൻ ഒരു അവസരം ഉണ്ടാവുന്നു എങ്കിലാണ്. കൂരയില്ലാത്തവർക്ക് കൂര, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ, അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോഴാണ് ഈ വാർത്തായാത്ര യഥാർത്ഥത്തിൽ ധന്യമാകുന്നത്. അത്തരമൊരു നിമിഷത്തിലേക്കാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗറാണി ദേവപ്രിയ ഷൈബുവിന് വീടുണ്ടായിരുന്നില്ല. ആകെ തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ വീടിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പ്രേക്ഷകരെ കാണിച്ചു. ദേവപ്രിയ ഷൈബുവിന് വീട് ഒരുക്കി കൊടുക്കാമെന്ന് CPM തീരുമാനിച്ചു. CPM ഈ ദേവപ്രിയ ഷൈബുവിന് ഒരുക്കുന്ന വീടിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഇന്ന് ഇടുക്കി കാൽവരി മൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താക്കോൽ കൈമാറും. നേടിയെടുക്കുന്ന അംഗീകാരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നമാണ് പൂവണിയുന്നത്. ദേവനന്ദയുടെ നിസ്സഹായ അവസ്ഥ റിപ്പോർട്ടിലൂടെ കണ്ട CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസാണ് സ്വപ്നഭവനം എന്ന പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പങ്കെടുക്കും വരെ ദേവപ്രിയ താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്. 38 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ റെക്കോർഡ് ദേവപ്രിയ മറികടന്നു. വേഗറാണിയായി. അപ്പോഴും ആഗ്രഹം ഒന്നു മാത്രം, തനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട്. അതുവരെ കവറുകളിലും ചാക്കുകളിലും കെട്ടിവെച്ചാണ് അംഗീകാരങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നുള്ള. വേഗറാണിയുടെ നിസ്സഹായാവസ്ഥ റിപ്പോർട്ടറിലൂടെ ലോകം മുഴുവൻ കണ്ടു. പിന്നാലെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം ഇടപെട്ടു. കോഫി വിത്ത് അരുണിലൂടെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് സ്വപ്നഭവനം നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. CPM ജില്ലാ കമ്മിറ്റി ദേവപ്രിയയുടെ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് അവൾ വരുന്ന അന്ന് തന്നെ വീടിന്റെ ശിലാസ്ഥാപനം നടത്തും. ആ ശിലാസ്ഥാപനത്തോടു കൂടി വീട് സമയബന്ധിതമായി പണി പൂർത്തിയാക്കി കൊടുക്കും. 10 മാസം കൊണ്ട് CPIM പ്രഖ്യാപിച്ച ഭവനം പൂർത്തിയായിരിക്കുകയാണ്. 4 മുറികളുള്ള ദേവപ്രിയയുടെയും കുടുംബത്തിന്റെയും ദേവഭവനം. ദേവപ്രിയയ്ക്ക് ഇനി അംഗീകാരങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കാം. അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ഇവിടെ സുരക്ഷിതമായ ഒരു വീട് ഉയർന്നു കഴിഞ്ഞു. റിപ്പോർട്ടർ ഇടുക്കി.